നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന പാതയിൽ അപകടത്തുരുത്തായി അക്കിക്കാവ് മേഖല. കമ്പിപ്പാലത്ത് വീണ്ടും അപകടം. KSRTC ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച 2 പേർക്ക് പരിക്ക്. മേഖലയിൽ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളും ഗതാഗത നിയന്ത്രണ നടപടികളും അടിയന്തരമായി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ ദുക്രാന ഊട്ട് തിരുനാൾ ഭക്തി നിർഭരമായി. പ്രതികൂല കാലാവസ്ഥയെപ്പോലും അവഗണിച്ച് ആയിരക്കണക്കിന് വിശ്വാസികളാണ് പുണ്യഭൂമിയിലേക്ക് ഒഴുകിയെത്തിയത്. ചാവക്കാട് മരക്കമ്പനിയിൽ വൻ തീപിടുത്തം. ലക്ഷങ്ങളുടെ മരങ്ങൾ കത്തിനശിച്ചു. പഞ്ചാരമുക്കിലെ മരക്കമ്പനിയിൽ കഴിഞ്ഞ ദിവസം രാത്രി 12:15 സംഭവം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. കുന്നംകുളത്ത് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ചിത്രങ്ങൾ മോർഫ് ചെയ്ത് അശ്ലീല ചിത്രങ്ങളാക്കി പണം വാങ്ങി പ്രചരിപ്പിച്ച സംഭവത്തിൽ യുവാവിനെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. ചൊവ്വന്നൂർ സ്വദേശിയായ 25 വയസ്സുകാരൻ അനന്തുവിനെതിരെയാണ് കുന്നംകുളം പോലീസ് IT ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇയാളുടെ കയ്യിൽ 40ഓളം കുടുംബങ്ങളിലെ 70ഓളം സ്ത്രീകളുടെ മോർഫ് ചെയ്ത ആയിരക്കണക്കിന് ചിത്രങ്ങളുണ്ടെന്ന് നാട്ടുകാർ. വാർത്തകൾ വിശദമായി. അക്കിക്കാവ് കമ്പിപ്പാലത്ത് വീണ്ടും അപകടം. KSRTC ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച 2 പേർക്ക് പരിക്ക്. വെള്ളിയാഴ്ച രാവിലെ 8:30യോടെയാണ് അപകടം. എതിർദിശയിൽ നിന്നും എത്തിയ സ്കൂട്ടർ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസ് ഇടിച്ചത്. അപകടത്തിൽ ഇരുചക്ര വാഹന യാത്രികനായ എയ്യാൽ സ്വദേശിക്കും സമീപത്ത് സൈക്കിളിൽ ലോട്ടറി വിൽപ്പന നടത്തുകയായിരുന്ന അഗതിയൂർ സ്വദേശി മണിക്കും പരിക്കേറ്റു. റോഡിൽ കിടന്നിരുന്ന ടോറസ് ലോറിക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പരിക്കേറ്റ ഇരുവരെയും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. 2 ദിവസം മുമ്പ് അക്കിക്കാവ് കോളേജ് ജംഗ്ഷനിൽ ലോ ഫ്ലോർ ബസ് ഇടിച്ച് ഒരാൾ മരിച്ചിരുന്നു. തുടർച്ചയായി അപകടങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ മേഖലയിൽ സുരക്ഷാ സംവിധാനങ്ങളും ഗതാഗത നിയന്ത്രണ നടപടികളും അടിയന്തരമായി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചാവക്കാട് മരക്കമ്പനിയിൽ വൻ തീപിടുത്തം. ലക്ഷങ്ങളുടെ മരങ്ങൾ കത്തിനശിച്ചു. പഞ്ചാരമുക്കിലെ മരക്കമ്പനിയിൽ രാത്രി 12:15 സംഭവം. ഈരാറ്റുപേട്ട സ്വദേശി റഫ്സൽ ഉമറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് മരക്കമ്പനി. കമ്പനിയിൽ നിന്ന് തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഉടൻ തന്നെ ജീവനക്കാരെയും പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു. ഗുരുവായൂർ, കുന്നംകുളം, നാട്ടിക എന്നിവിടങ്ങളിൽ നിന്നായി ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി. മണിക്കൂറുകൾ നീണ്ട കഠിന ശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. ചാവക്കാട് സബ് ഇൻസ്പെക്ടർ പ്രീത ബാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു. വിലപിടിപ്പുള്ള തേക്ക് മരങ്ങളാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ ദുക്രാന ഊട്ടുതിരുനാൾ ഭക്തി നിർഭരമായി. പ്രതികൂല കാലാവസ്ഥയെപ്പോലും അവഗണിച്ച് ആയിരക്കണക്കിന് വിശ്വാസികളാണ് പുണ്യഭൂമിയിലേക്ക് ഒഴുകിയെത്തിയത്. തിരുനാളിനോടനുബന്ധിച്ച് ഏകദേശം 1/4 ലക്ഷത്തോളം വിശ്വാസികൾക്ക് നേർച്ചയൂട്ട് നൽകി. രാവിലെ 6:30 തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് നൊവേനയും തളിയക്കുളക്കരയിൽ നിന്നും കൊടിയേറ്റ് പ്രദക്ഷിണവും നടന്നു. ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ, അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ താഴത്ത് എന്നിവർ ചേർന്ന് ഊട്ട് ആശീർവാദ കർമ്മം നിർവഹിച്ചു. ജൂലൈ 11, 12 തീയതികളിൽ നടത്തുന്ന തർപ്പണ തിരുനാളിന്റെ കൊടിയേറ്റം പാലക്കാട് രൂപത അധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ നിർവഹിച്ചു. തുടർന്ന് പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ ദിവ്യബലിയും ഉണ്ടായി. അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ താഴത്ത്, ഫാദർ മാത്യു തുണ്ടത്തിൽ എന്നിവർ സഹകാർമ്മികരായി. ദിവ്യബലി മധ്യേ ഇടവകയിലെ തോമസ് നാമധാരികളുടെ സമർപ്പണവും നടന്നു. തീർത്ഥകേന്ദ്രത്തിലെത്തിയ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് പുറമെ ദൂരദേശങ്ങളിൽ നിന്നും എത്തുന്നവർക്കായി നേർച്ചയൂട്ടും നേർച്ചപായസവും പാഴ്സലായി കൊണ്ടുപോകുന്നതിനുള്ള സൌകര്യങ്ങളും ഒരുക്കിയിരുന്നു. വൈകിട്ട് 4 മണിക്ക് ഫാദർ ബിജു പാണേങ്ങാടന്റെ മുഖ്യ കാർമ്മികത്വത്തിലും ഫാദർ ക്ലിൻ പാണേങ്ങാടൻ, ഫാദർ ജാക്സൺ തെക്കേക്കര എന്നിവരുടെ സഹകാർമ്മികത്വത്തിലും റാസ കുർബാനയും നടക്കും. ഇടവക ട്രസ്റ്റിമാരായ PA ഹൈസൺ, ഫ്രാൻസി ചൊവ്വല്ലൂർ, സേവ്യർ വാഗയിൽ, ഫ്രാൻസിസ് ചിരിയങ്കണ്ടത്ത്, ജനറൽ കൺവീനർ ഷാജു താണിക്കൽ, പോൾ KJ, NR ജോയ്, സെക്രട്ടറി ജോയ് ചിറമൽ, PRO ജെഫിൻ ജോണി, പാലയൂർ മഹാസ്ലീഹ മീഡിയ സെൽ പ്രതിനിധികൾ എന്നിവരും വിവിധ കമ്മിറ്റി അംഗങ്ങൾ, ഭക്തസംഘടനകൾ, കുടുംബ കൂട്ടായ്മകൾ എന്നിവർ നേതൃത്വം നൽകി.
ചാവക്കാട് ശക്തമായ മഴയിൽ വീട് തകർന്നു. ആളപായമില്ല. വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. ബ്ലാങ്ങാട് മാട്ടുമ്മൽ കണ്ടെയ്നർ സബ്സ്റ്റേഷന് കീഴിൽ താമസിക്കുന്ന രായമരക്കാർ വീട്ടിൽ കുന്നുമ്മൽ ഉസ്മാൻ ബുഷ്ര ദമ്പതികളുടെ ഓടുമേഞ്ഞ വീടാണ് തകർന്നത്. വീടിന്റെ അടുക്കളയോട് ചേർന്ന പുറകുവശമാണ് പൂർണ്ണമായും ഇടിഞ്ഞു വീണത്. ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴയെ തുടർന്ന് രാത്രി 10 മണിയോടെയാണ് വീട് തകർന്നത്. അപകട സമയത്ത് ഉസ്മാനും ഭാര്യ ബുഷറയും മകളും ആശുപത്രിയിൽ കഴിയുന്ന ബന്ധുവിനെ കാണാൻ പോയതിനാൽ വൻ ദുരന്തം ഒഴിവായി. കുന്നംകുളത്ത് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ചിത്രങ്ങൾ മോർഫ് ചെയ്ത് അശ്ലീല ചിത്രങ്ങളാക്കി പണം വാങ്ങി പ്രചരിപ്പിച്ച സംഭവത്തിൽ യുവാവിനെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. ചൊവ്വന്നൂർ സ്വദേശിയായ 25 വയസ്സുകാരൻ അനന്തുവിനെതിരെയാണ് കുന്നംകുളം പോലീസ് IT ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പരാതിക്കാരിയായ യുവതിയുടെ മോർഫ് ചെയ്ത ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുഹൃത്ത് വിവരം യുവതിയെ അറിയിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് യുവതി പോലീസിൽ പരാതി നൽകി. സംശയം തോന്നിയതിനെ തുടർന്ന് നാട്ടുകാർ യുവാവിനെ തടഞ്ഞു നിർത്തി ഫോൺ പരിശോധിച്ചപ്പോഴാണ് നടുക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. പ്രതിയുടെ ഫോണിൽ നിന്നും 40ഓളം കുടുംബങ്ങളിലെ 70ഓളം സ്ത്രീകളുടെ മോർഫ് ചെയ്ത ആയിരക്കണക്കിന് ചിത്രങ്ങൾ നാട്ടുകാർ കണ്ടെത്തി. പരാതിക്കാരിയുടെ മൊഴി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിച്ചതായും പ്രതിയെ ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്നും കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ SR സനീഷ് കുമാർ അറിയിച്ചു. സംഭവത്തിൽ കൂടുതൽ പരാതികൾ ഉയരാൻ സാധ്യതയുള്ളതിനാൽ പ്രതിക്കെതിരെ ശക്തമായ വകുപ്പുകൾ ചുമത്തുമെന്ന് പോലീസ് വ്യക്തമാക്കി. പോർക്കുളം കൊങ്ങണൂരിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് കൊങ്ങണൂർ താഴിശ്ശേരി വീട്ടിൽ ഉണ്ണികൃഷ്ണനെ കുന്നംകുളം പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു. ഇയാളുടെ വ്യാപാര സ്ഥാപനത്തിൽ വൻതോതിൽ ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നതായി ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഹാൻസ് ഉൾപ്പെടെയുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തത്. 500-ലധികം പാക്കറ്റുകളാണ് സ്ഥാപനത്തിൽ നിന്നും പിടിച്ചെടുത്തത്. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ തോമസ് ലീഹായുടെയും ഈശോയുടെ തിരുഹൃദയത്തിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 5:30 വാഗ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക വികാരി ഫാദർ ജോബി പുത്തൂർ കാർമ്മികനായി ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന, വേസ്പര, രൂപം എഴുന്നള്ളിച്ചുവെക്കൽ തുടങ്ങിയ തിരുകർമ്മങ്ങൾ നടന്നു. തുടർന്ന് മാർത്തോമയെ അനുസ്മരിക്കുന്നതിന്റെ ഭാഗമായി പൗരാണിക ക്രൈസ്തവ കലാരൂപങ്ങളായ കോൽക്കളി, മാർഗംകളി, റമ്പാംപാട്ട്, വഞ്ചിപ്പാട്ട്, സുറിയാനി ഗാനം എന്നിവ ഇടവകയിലെ വിവിധ ഭക്തസംഘടനകളുടെ നേതൃത്വത്തിൽ അരങ്ങേറി. തിരുനാൾ ദിവസമായ വെള്ളിയാഴ്ച രാവിലെ 6-നും 7:30-നും വൈകുന്നേരം 5:30-നും ദിവ്യബലിയും രാവിലെ 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടന്നു. ഫാദർ ഡെബിൻ ഒലക്കെങ്കിൽ മുഖ്യ കാർമ്മികനായി. ഫാദർ ഹെഡ്ലി നീലങ്കാവിൽ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ സൂരജ് കാക്കശ്ശേരി സഹകാർമ്മികനായി. പാട്ടുകുർബാനയെ തുടർന്ന് ഇടവക വിശ്വാസികൾ അണിനിരന്ന ഭക്തിനിർഭരമായ പ്രദക്ഷിണം നടന്നു. എളവള്ളി ഇടവക വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ നേതൃത്വം നൽകി. സെന്റ് തോമസ് രക്തസാക്ഷിത്വം വരിച്ചതിന്റെ സ്മരണാർത്ഥം നടന്ന ദുക്രാന തിരുനാളിന്റെ ഭാഗമായി നേർച്ച പായസ വിതരണവും ഉണ്ടായി. വൈകിട്ട് 7 മണി മുതൽ 10 മണിവരെ മൂവാറ്റുപുഴ ഏഞ്ചൽ വോയ്സ് അവതരിപ്പിച്ച ബാൻഡ് വാദ്യം, സ്റ്റേജ് ഷോ പള്ളിയങ്കണത്തിൽ അരങ്ങേറി. ഫൊറോന വികാരി ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ഫാദർ ജിയോ വേലൂക്കാരൻ, ഡീക്കൻ മിബിൻ കീറ്റിക്കൽ, കൈക്കാരന്മാരായ MJ ജോഷി, CK ജോയ്, KS ഷാജ്, CT സ്പാർട്ടക്സ് എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകി. പഴഞ്ഞിയിൽ നിന്ന് മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ച കേസ് 2 യുവാക്കൾ അറസ്റ്റിൽ. നാട്ടിക സ്വദേശികളായ ചീരാകുളങ്ങര വീട്ടിൽ ആനന്ദകൃഷ്ണൻ, എടക്കണ്ടിയൽ വീട്ടിൽ ആകാശ് ബാബു എന്നിവരാണ് പിടിയിലായത്. സുമേഷിന്റെ ഉടമസ്ഥതയിലുള്ളതും അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവ് ഉപയോഗിച്ചിരുന്നതുമായ മോട്ടോർ സൈക്കിളാണ് പ്രതികൾ മോഷ്ടിച്ചത്. മെയ് 30-നായിരുന്നു സംഭവം. പഴഞ്ഞിയിലുള്ള ബന്ധുവീടിന് സമീപം നിർത്തിയിട്ടിരുന്ന വാഹനം പ്രതികൾ മോഷ്ടിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് ജൂൺ 26 മുതൽ ജൂലൈ 2 വരെ ആചരിച്ച ദേശീയ വൈദ്യുതി സുരക്ഷാ വാരാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് KSEB കുന്നംകുളം ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ ടൗണിൽ ബഹുജന വൈദ്യുതി സുരക്ഷാ സന്ദേശ റാലി സംഘടിപ്പിച്ചു. ഇന്നത്തെ അവബോധം നാളത്തെ പ്രതിരോധം എന്ന ഈ വർഷത്തെ പ്രധാന സുരക്ഷാ മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു റാലി. കുന്നംകുളം ഡിവിഷനിലെ സേഫ്റ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ഡിവിഷന് കീഴിലെ 11 സെക്ഷൻ ഓഫീസുകളിൽ നിന്നുള്ള വനിതകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാർ പങ്കെടുത്തു. സുരക്ഷാ പ്ലക്കാർഡുകളും ബാനറുകളും ഏന്തിയ ജീവനക്കാരുടെ റാലി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KS സുരേഷ് ഉദ്ഘാടനം ചെയ്തു. റാലിയുടെ ഭാഗമായി പൊതുജനങ്ങൾക്കായി വൈദ്യുതി സുരക്ഷാ നിർദ്ദേശങ്ങളടങ്ങിയ നോട്ടീസുകളും വിതരണം ചെയ്തു. വാരാചരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ സെക്ഷൻ ഓഫീസുകളുടെ നേതൃത്വത്തിൽ വിപുലമായ ബോധവൽക്കരണ പരിപാടികളാണ് നടന്നത്. സബ് ഡിവിഷൻ സേഫ്റ്റി ഓഫീസർമാരായ സിന്ധു, ശ്രീജ, ലിജി എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി.
ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ദുക്രാനോ പെരുന്നാൾ ആഘോഷിച്ചു. രാവിലെ പ്രഭാത നമസ്കാരം, വിശുദ്ധ കുർബാന, തുടർന്ന് കത്തീഡ്രലിലേക്ക് പ്രദക്ഷിണം, ധൂപപ്രാർത്ഥന, ആശീർവാദം, കൈമുത്ത്, നേർച്ച എന്നിവയുണ്ടായി. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ഫാദർ TC ജാക്കോബ്, അസിസ്റ്റന്റ് വികാരി ഫാദർ കുര്യാക്കോസ് ജോൺ എന്നിവർ നേതൃത്വം നൽകി. കോൺഗ്രസിന്റെ സമുന്നത നേതാവും മുൻ MLAയുമായിരുന്ന PM മാധവന്റെ നിര്യാണത്തിൽ കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. മറ്റം സെന്ററിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജെയ്സൺ ചാക്കോ അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശിവൻ വാഗ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റും മറ്റം സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ റൂബി ഫ്രാൻസിസ്, BJP പാവർട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി ചന്ദ്രൻ നമ്പഴിക്കാട്, ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MK അപ്പു, പാവർട്ടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് AM മൊയ്തീൻ, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോൺ കാക്കശ്ശേരി, സിമി സ്റ്റെൽസൺ, ആൻലി ജിബിൻ, മറ്റം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ TI ജോബി, മുൻ ബാങ്ക് ഡയറക്ടർ TL ലോനപ്പൻ, കോൺഗ്രസ് മണ്ഡലം നേതാക്കളായ വത്സൻ ജോർജ്, രവി മറ്റം, CA തോമസ്, മഹിളാ കോൺഗ്രസ് നേതാവ് ഷെൽജ ബൽറാം എന്നിവർ സംസാരിച്ചു. മണലൂർ മുൻ MLAയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ PM മാധവന്റെ നിര്യാണത്തിൽ കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗം സംഘടിപ്പിച്ചു. കേച്ചേരി സെന്ററിൽ നടന്ന അനുശോചന യോഗത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ധനേഷ് ചുള്ളിക്കാട്ടിൽ അധ്യക്ഷനായി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ്, KPCC സെക്രട്ടറി CC ശ്രീകുമാർ, NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജൻ മാസ്റ്റർ, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സെബാസ്റ്റ്യൻ മാസ്റ്റർ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അക്ബർ, കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം CT പോൾ, CPI ലോക്കൽ സെക്രട്ടറി VP ലീല, BJP മണ്ഡലം സെക്രട്ടറി മുരളി, മുൻ മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആന്റോ പോൾ, പഞ്ചായത്ത് അംഗങ്ങളായ TO സെബി, സച്ചിൻ പ്രകാശ്, ആക്ട്സ് കേച്ചേരി ബ്രാഞ്ച് സെക്രട്ടറി MM മൂസിൻ, കേച്ചേരി GLP സ്കൂൾ പ്രധാനാധ്യാപിക സ്റ്റെല്ല, CMP ഏരിയ സെക്രട്ടറി KS ബെന്നി, INTUC നേതാക്കളായ MA സുബൈർ, ഷക്കീർ, നസീർ കേച്ചേരി എന്നിവർ സംസാരിച്ചു. മണലൂർ മണ്ഡലം സമഗ്ര കുടിവെള്ള മാസ്റ്റർ പ്ലാൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മണലൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങൾക്കും കുടിവെള്ളം എത്തിക്കുന്നതിനായി തയ്യാറാക്കുന്ന സമഗ്ര കുടിവെള്ള മാസ്റ്റർ പ്ലാൻ പ്രവർത്തനങ്ങൾക്ക് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ തുടക്കം കുറിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമന്റ് ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA മാസ്റ്റർ പ്ലാൻ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിനി മോഹൻദാസ്, KU സരിത, ഗ്രേസി ജേക്കബ്, CL ജോൺസൺ, ആന്റോ ലിജോ, സിജി മോഹൻദാസ്, സിനി പ്രസാദ്, MP സജീബ്, IN സുധീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ രാകേഷ് കണിയാമ്പറമ്പിൽ, സജിത കുർണി, കേരള വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ PA സുമ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ KP പ്രസാദ്, വിന്നി പോൾ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KG സജിത്ത് എന്നിവർ സംസാരിച്ചു. 3 വർഷത്തിനുള്ളിൽ മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങൾക്കും കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള മാസ്റ്റർ പ്ലാനിന്റെ രൂപരേഖ തയ്യാറാക്കി. പാവർട്ടി മുല്ലശ്ശേരി കുടിവെള്ള പദ്ധതി പ്രവർത്തനം പൂർത്തീകരണ ഘട്ടത്തിലാണെന്നും നാട്ടിക ഫെർക്ക കുടിവെള്ള പദ്ധതിയുടെ പ്രധാന വിതരണ പൈപ്പ് ലൈൻ മാറ്റുന്ന പ്രവൃത്തി അടിയന്തരമായി പൂർത്തീകരിക്കുമെന്നും മണലൂരിലെ വഞ്ചിക്കടവ് കുടിവെള്ള പദ്ധതി വൈകാതെ കമ്മീഷൻ ചെയ്യുമെന്നും യോഗം വിലയിരുത്തി. മണലൂർ മണ്ഡലത്തിൽ നിലവിലുള്ള സ്വാശ്രയ കുടിവെള്ള പദ്ധതികളുടെ നവീകരണ നിർദ്ദേശങ്ങളും മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തുന്നതിനും തീരുമാനിച്ചു. ചിറപ്പറമ്പ് മാമ്പറ്റ ഭാനുമതിയുടെ വീട്ടിൽ വെളിച്ചമെത്തിച്ച് KCB കൂനമുച്ചി സെക്ഷൻ ജീവനക്കാരുടെ കാരുണ്യ സ്പർശം. വീട്ടിലേക്ക് ലൈൻ വലിക്കുന്നതിനുള്ള ഇലക്ട്രിക് പോസ്റ്റ് ഉൾപ്പെടെയുള്ള വൈദ്യുതി കണക്ഷൻ ആവശ്യമായ പണം ജീവനക്കാർ സ്വരൂപിച്ചു നൽകിയാണ് ഭാനുമതിയുടെ ഭവനത്തിൽ വെളിച്ചം എത്തിച്ചത്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം PM ഉമ്മർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിന്ധു, സീനിയർ സൂപ്രണ്ട് ടെസി, അസിസ്റ്റന്റ് എഞ്ചിനീയർ ചിത്ര, സബ് എഞ്ചിനീയർമാരായ ലിജിത്ത്, ശ്രീതു, ഓവർസിയർമാർ, ലൈൻമാൻമാർ തുടങ്ങിയവർ ഭവാനിയുടെ വീട്ടിൽ പ്രകാശമെത്തുന്നതിന് സാക്ഷ്യം വഹിക്കുന്നതിനെത്തിയിരുന്നു. BPL കണക്ഷൻ കൊടുക്കുന്നതിന് നിയമ തടസ്സം മൂലം ഇരുട്ടിലായിരുന്ന ഒറ്റയ്ക്ക് താമസിച്ചു വരുന്ന ഭവാനി ജീവനക്കാരുടെ ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനമാണ് കണക്ഷൻ കൊടുക്കുന്നതിന് സഹായകരമായത്.
ചാവക്കാട് നഗരസഭ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷകർക്കായി കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. ഗുരുവായൂർ MLA N. K. അക്ബർ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. യതീന്ദ്രദാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിഷ മത്രംകോട്ട്, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. H. സലാം, വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. P. രഞ്ജിത് കുമാർ, നഗരസഭാ കൗൺസിലർമാർ, നഗരസഭാ അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസർ ശശീന്ദ്ര S. തുടങ്ങിയവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, കർഷകർ, കൃഷിഭവൻ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജ് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി. തൃശൂർ IMA ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് നടത്തിയ ക്യാമ്പ് ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ SM ബാലഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ 23 പേർ രക്തദാനം നടത്തി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ J. ഫരീദ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ TA. ആരിഫ്, NSS പ്രോഗ്രാം ഓഫീസർ ബഷീറ ഷർഖി, NSS സെക്രട്ടറിമാരായ ഹിബ CM, ഫിദ നസ്രീൻ, അധ്യാപിക ഐഷ ഷംസു എന്നിവർ പങ്കെടുത്തു. കോട്ടപ്പടിയിൽ തെരുവുനായ ശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടപ്പടി സ്റ്റോറീസ് കൂട്ടായ്മ ഗുരുവായൂർ നഗരസഭ അധികൃതർക്ക് നിവേദനം നൽകി. കോട്ടപ്പടി RCUP സ്കൂൾ പരിസരം തെരുവുനായ്ക്കളുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്നും കഴിഞ്ഞ ദിവസം സ്കൂളിലേക്ക് വരികയായിരുന്ന കുട്ടിയെ നായ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായെന്നും നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പള്ളിയിലേക്ക് വരുന്ന വിശ്വാസികളും നായയുടെ പേടിയിലാണ്. ആരാധന നടക്കുന്ന സമയത്ത് ആളുകളുടെ ചെരുപ്പുകൾ എടുത്തുകൊണ്ടു പോകുന്നതായും പരാതിക്കാർ പറഞ്ഞു. കോട്ടപ്പടി സ്റ്റോറീസ് പ്രസിഡന്റ് സെബി താണിക്കൽ, ഗുരുവായൂർ നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാനി റജിക് എന്നിവരാണ് നിവേദനം നൽകിയത്. കൃഷിയെയും കാർഷിക അറിവുകളും അറിയാൻ വിദ്യാർത്ഥികൾ എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന ഞാറ്റുവേല ചന്ത സന്ദർശിച്ചു. കൃഷിയെ അറിയാൻ കൃഷിപാഠം എന്ന ക്ലാസും കാർഷിക ക്വിസ് മത്സരവും വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശോകൻ മൂക്കോല വിദ്യാർത്ഥികൾക്ക് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തുകൊണ്ട് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷി ഓഫീസർ NT ഫ്രെഡി ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ NB ജയ, സനിൽ കുന്നത്തുള്ളി, ചിത്ര രതീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീബിത ഷാജി, ആനി ജോസ്, ഗീതു മനേഷ്, ഫാൻസി സുബിരാജ്, തുളസി രാമചന്ദ്രൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ MG പ്രശാന്തി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PG സുബിദാസ്, PM ജോസഫ്, BRS സന്തോഷ്, ഷാജി കാക്കശ്ശേരി, CT ജാൻസി എന്നിവർ നേതൃത്വം നൽകി. പഞ്ചായത്ത് ഓഫീസും വിവിധതരം സ്റ്റാളുകൾ വിദ്യാർത്ഥികൾ സന്ദർശിച്ചു. കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂൾ, കാക്കശ്ശേരി വിദ്യാവിഹാർ എന്നീ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഞാറ്റുവേല ചന്തയിൽ സന്ദർശനം നടത്തിയത്. പൂവത്തൂർ സെന്റ് ആന്റണീസ് UP സ്കൂൾ, വിദ്യാവിഹാർ, ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ, എളവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ കാർഷിക ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുത്തു. പഞ്ചായത്തിലെ മറ്റ് സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ശനിയാഴ്ച രാവിലെ മുതൽ ചന്തയിൽ സന്ദർശനം നടത്തും. ഡീക്കൻ ബ്രദർ സോജിൻ പീറ്ററിന്റെ തിരുപ്പട്ട സ്വീകരണത്തോടനുബന്ധിച്ച് കൂനമുച്ചി ഇടവകയിൽ ബൈബിൾ പകർത്തിയെഴുത്ത് പദ്ധതിക്ക് തുടക്കമായി. കുടുംബ യൂണിറ്റ് തലത്തിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇടവക വികാരി ഫാദർ ജെയ്സൺ മാറോക്കി നിർവഹിച്ചു. ബൈബിൾ പകർത്തിയെഴുതുന്നതിനുള്ള പേപ്പർ 18 യൂണിറ്റ് പ്രസിഡന്റുമാർക്ക് നൽകിക്കൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. നവംബർ 11 ഡീക്കൻ സോജിൻ പീറ്ററിന്റെ തിരുപ്പട്ട ശുശ്രൂഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ചരിത്ര മുഹൂർത്തത്തെ വരവേൽക്കാൻ ആത്മീയ ഒരുക്കങ്ങളോടെ ഇടവക സമൂഹം ഒന്നടങ്കം തയ്യാറെടുക്കുക. ചടങ്ങിൽ ഡീക്കൻ ക്രിസ്റ്റി, കേന്ദ്രസമിതി പ്രസിഡന്റ് AJ ജോൺസൺ, ട്രഷറർ സാബു തരകൻ, കൈക്കാരന്മാരായ അൽഫോൺസ് മുട്ടത്ത്, KV ജോയ്, ജോഷി വർഗീസ്, MK റെജി എന്നിവർ സന്നിഹിതരായിരുന്നു. 18 യൂണിറ്റുകളിലെ മുഴുവൻ കുടുംബങ്ങളുടെയും പങ്കാളിത്തത്തോടെ 18 യൂണിറ്റുകൾ എഴുതി പൂർത്തിയാക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിന്റെ സമർപ്പണം തിരുപ്പട്ട ആഘോഷങ്ങൾക്ക് മുന്നോടിയായുള്ള ഇടവകയുടെ ഏറ്റവും വലിയ ആത്മീയ ഉപഹാരമായി മാറും. നന്നമുക്ക് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അലി നരണിപ്പുഴ അധ്യക്ഷനായി. പച്ചക്കറി തൈകൾ, തെങ്ങിൻ തൈകൾ, നാടൻ ഉൽപ്പന്നങ്ങൾ, വിവിധ കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിപണനവും കാർഷിക ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കർഷകർക്ക് കൃഷിരീതികൾ, ഉൽപാദന വർധന, ജൈവകൃഷിയുടെ പ്രാധാന്യം എന്നിവയെക്കുറിച്ചും ബോധവൽക്കരണം നടത്തി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുസ്തഫ ചാലുപ്പറമ്പിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുമേഷ് പിടാവനൂർ, സുധീഷ്, ഷബ്ന, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വൈശാഖ്, അസിസ്റ്റന്റ് സെക്രട്ടറി മനോജ് കുമാർ, ഹെഡ് ക്ലർക്ക് സതീശൻ എന്നിവർ സംസാരിച്ചു. കർഷകരും പൊതുജനങ്ങളും പങ്കെടുത്തു.
കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ കുറുമാലിലെ സൗജന്യ ഡയാലിസിസ് യൂണിറ്റിന്റെ 2ാം വാർഷികം ആഘോഷിച്ചു. ഫൗണ്ടേഷൻ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമേൽ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. സിഇഒ പി യേശുദാസ്, സിസ്റ്റർ CJ സോഫി, സി നീതു, സനോജ് ഗോപി, വില്യംസ് പോൾ, വർഷ വി തരകൻ, VJ കെൽവിൻ, PK തമ്പി, K സുകുമാരൻ എന്നിവർ നേതൃത്വം നൽകി. പെരുമണ്ണൂർ EPN-NMM ചൈതന്യ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായന പക്ഷാചരണവും PN പണിക്കർ അനുസ്മരണവും സംഘടിപ്പിച്ചു. സംസ്ഥാന മാധ്യമ പുരസ്കാര ജേതാവ് C. മൂസ പെരിങ്ങോട് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിൽ വായനാശീലം വളർത്തുകയും പുസ്തകങ്ങളുമായി കൂടുതൽ അടുപ്പം സൃഷ്ടിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി. SRV LP സ്കൂളിലെ വിദ്യാർത്ഥികൾ ചൈതന്യ ലൈബ്രറി സന്ദർശിച്ച് വിവിധ പുസ്തകങ്ങൾ പരിചയപ്പെടുകയും ലൈബ്രറിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. ചൈതന്യ ലൈബ്രറി പ്രസിഡന്റ് ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന മാധ്യമ പുരസ്കാര ജേതാവായ C. മൂസ പെരിങ്ങോടിനെ പ്രധാന അധ്യാപിക ഷിജിമോൾ പൊന്നാടാണിയിച്ച് ആദരിച്ചു. അധ്യാപിക നയന, ലൈബ്രറിയൻ സുനിത, അസിസ്റ്റന്റ് ലൈബ്രറിയൻ സുധ എന്നിവർ സംസാരിച്ചു. മധുര വിതരണവും നടത്തി. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ VBG റാംജി പദ്ധതിക്ക് കാട്ടകാമ്പാലിൽ തുടക്കം. പഞ്ചായത്ത് പ്രസിഡന്റ് K. ജയശങ്കർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ MP രാജൻ, KM റസാഖ്, ശൈലജ അരുൺദാസ്, പഞ്ചായത്ത് മെമ്പർമാർ, സെക്രട്ടറി അൽഫ്രഡ് സോജൻ, അസിസ്റ്റന്റ് സെക്രട്ടറി KS സുജ, ഓവർസിയർ അജിത എന്നിവർ സംസാരിച്ചു. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ ലൈബ്രറി ഒരുക്കിയ റീഡ്സ് ഫെയർ 2026 വായനാ മാസാചരണം സമാപിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പ്രശസ്ത എഴുത്തുകാരൻ റഫീഖ് പട്ടേരി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ ഇൻചാർജ് സാജിദ റസാഖ് അധ്യക്ഷത വഹിച്ചു. വായനാ മാസത്തോടനുബന്ധിച്ച് നടത്തിയ ക്വിസ്, കഥാരചന, കവിതാലാപനം, പുസ്തകാസ്വാദനം തുടങ്ങിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് റഫീഖ് പട്ടേരി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വായന വീടുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളിലെ വിവിധ വിഭാഗം മേധാവികളുടെ നേതൃത്വത്തിൽ അക്ഷരയാത്രാ ബാഗ് വിതരണം നടന്നു. കരുതലിന്റെ സന്ദേശവുമായി അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ NSS യൂണിറ്റ് ടുഗദർ ഫോർ തൃശൂർ സമൂഹ സേവന പരിപാടിക്ക് തുടക്കമിട്ടു. കടവല്ലൂർ, കടങ്ങോട് പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട 28 കുടുംബങ്ങളിലേക്ക് സാന്ത്വനത്തിന്റെ ഭക്ഷണ കിറ്റുകൾ കൈമാറി. തൃശൂർ ജില്ലാ കളക്ടറേറ്റുമായി കൈകോർത്ത് കഴിഞ്ഞ 3 വർഷമായി തുടർച്ചയായി നടത്തിവരുന്ന സാമൂഹ്യ സേവന യജ്ഞത്തിന്റെ ഈ വർഷത്തെ ഉദ്ഘാടനം കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലിം പെരുമ്പിലാവ് കടവല്ലൂരിലെ വിധവയും നിർധന വീട്ടമ്മയുമായ കുത്തുപറമ്പിൽ KA ലളിതയ്ക്ക് കിറ്റ് കൈമാറിക്കൊണ്ട് നിർവഹിച്ചു. ചടങ്ങിൽ പ്രിൻസിപ്പൽ ഇൻചാർജ് സാജിദ റസാഖ് അധ്യക്ഷത വഹിച്ചു. ജൂനിയർ പ്രിൻസിപ്പൽ രവ്യ KR, വിദ്യാർത്ഥിനികളായ ഹൈഫ, നസ്മിയ എന്നിവർ സംസാരിച്ചു. NSS കോർഡിനേറ്റർമാരായ ഷഹർബാൻ CM, റെജി AB എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 13,475 രൂപ, പവന് 1,07,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 250 രൂപ. ചരമം കൊരട്ടിക്കര മടപ്പാട്ടിൽ മണിശ്ശേരി നാരായണൻ നിര്യാതനായി. 67 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. ജയയാണ് ഭാര്യ. നിതീഷ്, നിഖില എന്നിവർ മക്കളാണ്. കാട്ടകാമ്പാൽ വടക്കേ തലയ്ക്കൽ പരേതനായ വർഗീസ് ഭാര്യ തങ്കമണി നിര്യാതയായി. 83 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കാട്ടകാമ്പാൽ മാർ ഇഗ്നാത്യോസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും. പരേതനായ റെജി, ഷാജി, CG എന്നിവർ മക്കളാണ്. ചാലിശ്ശേരി MG റോഡിൽ ചീരൻ പരേതനായ മാത്തു മകൻ അപ്പു നിര്യാതനായി. 83 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 11-ന് ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടക്കും. ലില്ലിയാണ് ഭാര്യ. ഷീജ, ഷീബ, ഷീജു എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന പാതയിൽ അപകടത്തുരുത്തായി അക്കിക്കാവ് മേഖല. കമ്പിപ്പാലത്ത് വീണ്ടും അപകടം. KSRTC ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. മേഖലയിൽ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളും ഗതാഗത നിയന്ത്രണ നടപടികളും അടിയന്തരമായി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ.
പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ ദുക്രാന ഊട്ടുതിരുന്നാൾ ഭക്തി നിർഭരമായി. പ്രതികൂല കാലാവസ്ഥയെ പോലും അവഗണിച്ച് ആയിരക്കണക്കിന് വിശ്വാസികളാണ് പുണ്യഭൂമിയിലേക്ക് ഒഴുകിയെത്തിയത്. ചാവക്കാട് മരക്കമ്പനിയിൽ വൻ തീപിടുത്തം. ലക്ഷങ്ങളുടെ മരങ്ങൾ കത്തിനശിച്ചു. പഞ്ചാരമുക്കിലെ മരക്കമ്പനിയിൽ കഴിഞ്ഞ ദിവസം രാത്രി 12:15 സംഭവം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. കുന്നംകുളത്ത് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ചിത്രങ്ങൾ മോർഫ് ചെയ്ത് അശ്ലീല ചിത്രങ്ങളാക്കി പണം വാങ്ങി പ്രചരിപ്പിച്ച സംഭവത്തിൽ യുവാവിനെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. ചൊവ്വന്നൂർ സ്വദേശിയായ 25 വയസ്സുകാരൻ അനന്തുവിനെതിരെയാണ് കുന്നംകുളം പോലീസ് IT ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇയാളുടെ കയ്യിൽ 40ഓളം കുടുംബങ്ങളിലെ 70ഓളം സ്ത്രീകളുടെ മോർഫ് ചെയ്ത ആയിരക്കണക്കിന് ചിത്രങ്ങളുണ്ടെന്ന് നാട്ടുകാർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.